കാസർഗോഡ് KSRTC സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സിന് മുന്നിൽ അഭ്യാസം. കാർ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുവാൻ ശുപാർശ. ചെറുവത്തൂർ സ്വദേശി ഷാഹിദ് ഷാഹുലിനെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. സംഭവം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം KCN ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. തെളിനീരിനൊത്ത പരിശുദ്ധി, അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു. ബിന്ദു ജുവല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. ബിന്ദു ജുവല്ലറി, കാസർഗോഡ്, സുള്ളിയ. കോട്ടയത്ത് നിന്നും കാസർഗോഡ് ഡിപ്പോയിലേക്ക് വരികയായിരുന്ന KSRTC സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസിന്റെ മുൻപിൽ അപകടകരമാം വിധം മാർഗതടസ്സം സൃഷ്ടിച്ച് വാഹനമോടിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. വാഹനമോടിച്ച ചെറുവത്തൂർ സ്വദേശി ഷാഹിദ് ഷാഹുലിനെതിരെയാണ് നടപടി. ഇയാളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനും മലപ്പുറം എടപ്പാളിലെ ഡ്രൈവർ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 5 ദിവസത്തെ നിർബന്ധിത പരിശീലനത്തിനും മോട്ടോർ വാഹന വകുപ്പ് ശുപാർശ ചെയ്തു. ഇതിനു പുറമെ കോടതിയിൽ പിഴയും അടക്കണം. ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം KCN ചാനൽ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സിന് മുൻപിൽ 12 കിലോമീറ്റർ ദൂരമാണ് ഷാഹിദ് മാർഗതടസ്സം സൃഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് വരികയായിരുന്ന ബസ്സിന് മുൻപിലായിരുന്നു ഡ്രൈവറുടെ അഭ്യാസ പ്രകടനം. ഇതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. വൈറലായ വീഡിയോ ഉൾപ്പെടെ KSRTC നൽകിയ പരാതിയിലാണ് നടപടി. കാഞ്ഞങ്ങാട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പ്രവീൺ കുമാർ, K അഭിലാഷ് എന്നിവർ ചേർന്നാണ് കാർ ഡ്രൈവറെ കണ്ടെത്തി നടപടിക്ക് ശുപാർശ ചെയ്തത്. കാറിൽ ബസ് ഇടിക്കാൻ വന്നുവെന്നും കാർ കുഴിയിലേക്ക് വീഴാതെ രക്ഷപ്പെട്ടതാണെന്നും യുവാവ് മോട്ടോർ വാഹന വകുപ്പിന്റെ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. ബേക്കലിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം. ന്യൂസ് ബ്യൂറോ, ബേക്കൽ.